കർച്ചിപ്പ് ചെക്കപ്പ് ചെയ്തോളൂ, പേടിക്കണ്ട. കർച്ചിപ്പ് ഇങ്ങനെ പിടിക്കും. പെട്ടെന്നൊരു പാമ്പായി എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ഇട്ടിട്ട് ഓടും. അങ്ങനൊന്നും ചെയ്യരുത്. തമാശല്ല, കാര്യത്തെ പറയണേ. പെട്ടെന്നൊരു പാമ്പായി. പാമ്പിനെ പേടിയാ? പാമ്പാക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ധൈര്യം ഒന്ന് പരിശോധിക്കും. എന്റെ പേരക്കുട്ടിന്റെ പ്രായമുള്ള എനിക്ക് വയസ്സ് 67 വയസ്സായി കേട്ടോ. ഇതാ ഒരു കർച്ചിപ്പല്ലേ, ഈ കർച്ചിപ്പിന്റെ 20 വർഷം ഞാൻ കെട്ടാണ് കേട്ടോ. എടി ഓക്കെ അല്ലേ? ഇങ്ങനെ ഞെക്കി നോക്ക്. പേടിക്കണ്ട, പാമ്പൊന്നാവില്ല. വെറുതെ പാമ്പാക്കിയല്ലേ, പേടിക്കണ്ട. ഞാൻ എന്താ പറയുക, നമ്മുടെ സ്റ്റെപ്പ് പോകും, അതുകൊണ്ടാണ്. പിടിക്ക്, അമർത്തി നോക്ക്. ടെമ്പർ ഉണ്ടോ? ലൂസാണ് അല്ലേ? ലൂസാണ്. അപ്പം നമുക്കിതൊന്ന് ടൈറ്റ് ആക്കണം. ഇത് പിടിക്ക് മോള്, ഇത് പിടി. അല്ല വലിച്ച് ടൈറ്റ് ആക്കാനല്ല, പാമ്പൊന്നും ആക്കൂല, പേടിക്കണ്ട. ഞാനല്ലേ പറയുന്നത്, വലിച്ചു. അതെന്തിനാ കോമഡി പറയുമ്പോൾ ഒരു പേടി ഇങ്ങനെയൊക്കെ ചിരിക്കും ആൾക്കാർ, അതുകൊണ്ടാണ്. വലിച്ചു നല്ല. എന്താണ് പോരാ, രാവിലൊന്നും കഴിച്ചിട്ടില്ലേ? ഓക്കെ, പെട്ടെന്ന് അഴിയില്ല എന്നുള്ളത് ഉറപ്പായി അല്ലേ? ടെമ്പറായി പോയി. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ജാലവിദ്യക്കാരൻ മാജിക് ചെയ്യുമ്പോൾ ഒരു മറവ് ആവശ്യമാണ്. മറവില്ലെങ്കിൽ മാജിക് ഇല്ല. ഒരു മാങ്കോട്ടറി ചെയ്യുമ്പോൾ തുണി ഇട്ടിട്ടെല്ലാം മൂടിയായിരുന്നു അല്ലേ? ഈ കെട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെക്കണം കേട്ടോ. ഈ കെട്ട് ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കുന്നില്ല. ഈ കെട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ, പേടിക്കണ്ട, പിടിച്ചോ. പാമ്പാക്കില്ല, അമ്മയാണ് സത്യം. പിടിച്ചോ. ഇപ്പൊ കെട്ട് അതിൻ്റെ ഉള്ളിലുണ്ട്. അത് അയക്കണമെങ്കിൽ ഞാൻ അയക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അയക്കണം അല്ലേ? അല്ലാതെ അഴിയില്ലല്ലോ. മോൾ അവിടുന്ന് പറ കെട്ടഴിയട്ടെന്ന്. കെട്ട് അഴിയട്ടെന്ന് പറ. ആ തുറന്നു നോക്ക്. അഴിക്കട്ടെ. ആ തുറന്നു നോക്ക്. ഉൾട്ടാ ചെയ്. പാമ്പല്ലോ. ഇല്ല, തുറന്നു നോക്കത്. കെട്ട് അഴിഞ്ഞിട്ടുണ്ടോ നോക്ക്. നമ്മൾ രണ്ടുപേരും ഇത്ര മുറുക്ക കെട്ടിയതല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ മാജിക്? ഇതെങ്ങനെ? അതൊക്കെ ടെക്നിക്. അപ്പം ഈ മാജിക് ഷംസുഖേന്റെ തലമുറയ്ക്ക് അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കലുണ്ട്. പക്ഷെ എങ്ങനെ പഠിപ്പിക്കാൻ അറിയാം? ഞാനല്ല പഠിപ്പിക്കുന്നത്, എൻ്റെ മൂത്ത മകനുണ്ട് മുസ്തഫ. അവൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ അവൻ്റെ ക്ലാസ് പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ അവന് ഷംസുഖ മുസ്തഫയൊക്കെ പഠിപ്പിച്ചിരുന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കലുണ്ട്. ചെറിയ സിമ്പിൾ ഐറ്റംസൊക്കെ, ക്ലോസപ്പ് മാജിക്കാണ്, കൈയടക്കങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ കൈയടക്കമാണ് പഠിക്കാൻ നല്ല പണി, അതാ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ ഇപ്പോൾ മറ്റേ സ്റ്റേജിൽ കളിക്കുന്ന മാതിരി ഒരു വലിയൊരു പെട്ടി വെച്ചു, അതിലൊരു കുമ്പളങ്ങ വെച്ചു, അപ്പുറത്തെ പെട്ടിയിലെ മത്തങ്ങയും വെച്ചു. കുമ്പളങ്ങ മത്തങ്ങ വെച്ചിട്ട് കുമ്പളങ്ങ 2 പെട്ടി ഉണ്ടെങ്കിൽ ഏത് പൊട്ടന്മാർക്കും കളിക്കാം. ഇതും മറവും ഓഡിയൻസ് കുറേ ദൂരത്താണ്, എന്ത് തരികടയും കളിക്കാം. പക്ഷെ ഇങ്ങനെ കളിക്കാനാ പണി. ഇങ്ങനെ സിമ്പിളായിട്ട് കളിക്കണമെങ്കിലാണ് പണി. സ്റ്റേജിൽ കളിക്കുന്നത് ഏത് ഒന്നും അറിയാത്ത ചെക്കനാണെങ്കിൽ ശരി, ഒരു പെട്ടി, ഇപ്പോൾ മാജിക്കിൻ്റെ ഉപകരണങ്ങളുണ്ട്, ആ ഉപകരണ സാധനം വാങ്ങിച്ചിട്ട് ഇതൊരു പെട്ടിയാണ്, ഈ പെട്ടീൻ്റെ ഉള്ള ഒരു കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹായ് സൈത്താനിക്ക് വെച്ചേ പറഞ്ഞാൽ കുട്ടിയായി.